Boom shaka. Boom shaka. Boom shaka. Boom shaka. ആരുടെ ഇത്? നിനക്ക് മനസ്സിലായില്ലേ? അലർജി. അശ്വിൻ. എന്തൊരു ശല്യമാണ്, എപ്പോഴും കൂടെ കാണും, എന്ത് ചെയ്താലും പോണമില്ല. ഡസ്റ്റ് അലർജി ആണോ? ആ, അങ്ങനെ വിചാരിച്ച് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങായിരുന്നു നോക്കി, പോണില്ല. വീട് ഫുൾ ക്ലീൻ ചെയ്ത് നോക്കി, എന്നിട്ടും പോണില്ല. ഇനിയുള്ള റെഡ് മീറ്റിന്റെ അലർജി ആണോന്ന് അറിയാൻ വേണ്ടി അതും ഒഴിവാക്കി. ഒരു രക്ഷയില്ല. നിനക്കറിയോ, ഇനി പെറ്റ്സിന്റെ അലർജി ആണെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്റെ പപ്പിയെ പോലും വിറ്റു, എന്നിട്ടും പോണില്ല. ഇതിപ്പോ എന്തിന്റെ അലർജി ആണെന്ന് പറഞ്ഞിടത്തോണ്ട് മെഡിസിൻ കഴിക്കാൻ പോലും പേടിയാ. എടി, ഇപ്പൊ പല പല റീസൺസ് കാരണം നമുക്ക് അലർജി വരാം. പാൽ അലർജി ഉള്ളവരുണ്ട്, മുട്ട അലർജി ഉള്ളവരുണ്ട്, ഗോതമ്പ് അലർജി ഉള്ളവരുണ്ട്, എക്സസൈസ് അലർജി ഉള്ളവരുണ്ട്, ഇതിന് സൺലൈറ്റ് വരെ അലർജി ഉള്ളവരുണ്ട്. ഷെടാ, എനിക്കപ്പോ എന്തിന്റെ കുഴപ്പമായിരിക്കും? നീ എന്തായാലും ഒരു പാച്ച് സ്ക്രീനിങ് ചെയ്ത് നോക്ക്. ക്യൂറോക്കെയറിന്റെ പേഴ്സണലൈസ് ഹെൽത്ത് അസസ്മെന്റ് അല്ലേ? ഓ, അപ്പൊ നിനക്ക് അറിയാം. ഈ പാച്ച് സ്ക്രീനിങ് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫുൾ ബോഡി ചെക്കപ്പ് ആണല്ലോ. ഒരൊറ്റ അസസ്മെന്റ് തന്നെ നമ്മളെ ബോഡിയെ കുറിച്ചുള്ള ഒരുവിധപ്പെട്ട എല്ലാ സംശയങ്ങളും നമുക്ക് മാറും. പിന്നെ നമ്മളെ ഈ ടെസ്റ്റ് ചെയ്ത് നമ്മൾ ഈ അലർജിയുടെ റീസൺ എന്താണെന്ന് കണ്ടുപിടിക്കാതെ എന്ത് ചെയ്തിട്ട് എന്ത് കാര്യം? ഇനി പാച്ച് സ്ക്രീൻ ചെയ്തിട്ട് തന്നെ കാര്യം, എന്നിട്ട് വേണം ഇവനെ ശരിയാക്കാൻ. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റൂ? ഇല്ലല്ലേ?